താങ്ക്സ് പറയുന്നത് എൻ്റെ ഉപ്പാൻ്റെ അടുത്ത്. കാരണം ഉപ്പ നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. നോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ എന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഇതിൽ ഞാനിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അത് ചെയ്യണ്ട, നീ പഠിച്ചോ, അല്ലെങ്കിൽ നീ ക്ലാസ്സിന് വെക്കോ, അതിൻ്റെ കൂടെ ഉദ്ദേശം നടക്കത്തില്ല, അല്ലെങ്കിൽ സ്റ്റഡീസിനെ ബാധിക്കും എന്ന രീതിയിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. പാരൻസ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ആ ഒരു സപ്പോർട്ട് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. പല ആളുകൾക്കും കിട്ടാത്തതാണ്. ഫൈനാൻഷ്യൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ ഈ പറയുന്ന സപ്പോർട്ട് നമുക്ക് കിട്ടിയാലേ നമുക്ക് ഈ പറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് പോകാനും വേണ്ടി പറ്റുള്ളൂ. അവൻ പഠിക്കേണ്ട പ്രായമല്ലേ, അവനിപ്പം തന്നെ ഇതൊക്കെ ഇപ്പൊ തന്നെ ഇറക്കുന്നത് എന്ന രീതിയിൽ ഒരു മെജോറിറ്റി ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അതിന് ആ രീതിയിൽ തന്നെ കണ്ടിട്ടില്ല. അങ്ങനെ പറയുന്ന ആളുകളെയും നമ്മളൊരു മോട്ടിവേഷൻ ആയിട്ട് കാണും. അതുപോലെ തന്നെ അത് നമുക്ക് അവർക്ക് തെളിയിച്ചു കൊടുക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ ആയിട്ട് കാണും. ഒരിക്കലും ഒരു പോയിന്റിലും എനിക്ക് റിഗ്രറ്റ് വരരുത് ഞാൻ അത് പഠിച്ചില്ല എന്നുള്ളതുകൊണ്ട്. ഓൺട്രപ്രണേഴ്സ് വളർന്നു വരണം, ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഈച്ച് അതർ എല്ലാവരും കൊളാബറേറ്റ് ചെയ്ത് ലേണിംഗ്സ് ആണെന്നുണ്ടെങ്കിലും ഇൻസൈറ്റ്സ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് സെമിനാർസ്, വർക്ക്ഷോപ്സ് അത് നല്ല രീതിയിൽ ട്രെൻഡ് ആയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കണം. അത് വലിയൊരു മാറ്റം തന്നെയാണ്. കുറച്ച് മുന്നേ അതില്ലായിരുന്നു. മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ട്രാവലിംഗ് ആയിരുന്നു. കാരണം അന്ന് മുതലേ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹം. ഫൈനാൻഷ്യൽ ക്രൈസിസ് സിറ്റുവേഷൻസും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ ആക്ച്വൽ +1 +2 സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല തട്ടുകേടില്ലാത്തൊരു കടബാധ്യതയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റോൾ മോഡൽസ് ആയിട്ട് ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. ഇന്നും ഞാൻ പല ആളുകളിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ മെന്റേഴ്സ് ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. ഞങ്ങളൊരു 7ാം ക്ലാസ് തൊട്ടുള്ള പ്രണയമാണ്. ഒരു 11 years ലവാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ തുടങ്ങി ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ അവളും കൂടെയുണ്ട്. അപ്പോ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫൈനാൻഷ്യലി ഫ്രീ ആവുക എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വെറുതെ എന്തെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കാട്ടിലും സംതിങ് ഡിഫറെന്റ് എന്നുള്ളൊരു സംഭവം, നമ്മളെന്തെങ്കിലും നമ്മളാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു എന്നുള്ള രീതിയിൽ സൊസൈറ്റിയിൽ പറയുന്ന രീതിയിൽ, സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പെഷ്യൽ ആക്കണത് എന്താണെന്നറിയോ? വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യങ് ഓൺടർപ്രീനർ ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. മറ്റാരുമല്ല, ഇപ്പൊ ഇൻസ്റ്റയിലൂടെയൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ്. വളരെ യങ് ഏജിൽ തന്നെ ലൈഫിൽ ഇത്ര അധികം സക്സസ്ഫുൾ ആയിട്ട് വന്ന് നിൽക്കുന്ന ഷിബിലി റഹ്മാൻ. ഹായ് ഷിബിലി. സുഖാണോ? വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ഇങ്ങനെ ഗ്രാഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒറ്റ കുത്തനെ കയറ്റമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വുഡൊന്നും ഇല്ല. വളരെ സന്തോഷമുണ്ട്. ശരിക്കും ഷിബിലിനെ കുറിച്ച് അറിഞ്ഞപ്പോഴൊക്കെ ഇത്ര യങ് ഏജിൽ ഒരാൾക്ക് എങ്ങനെ ഇത്ര അധികം സക്സസ്ഫുൾ ആവാൻ പറ്റി, അതും ഇന്നത്തെ ഈ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇന്നത്തെ ഒരു വേൾഡില് എങ്ങനെ ഇതെല്ലാം വന്നു? നമുക്ക് സ്ക്രാച്ച് ചെയ്യുന്ന തുടങ്ങാം. ഷിബിലിനെ കുറിച്ച് അറിയാത്തതും കുറച്ച് പേരുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രാച്ച് ചെയ്യുന്ന തുടങ്ങാം. മലപ്പുറത്ത് ജനിച്ച ഒരു തിരൂരുകാരനാണ് ഇദ്ദേഹം. നമുക്ക് അവിടുന്ന് തുടങ്ങാം. ഞാൻ ആക്ച്വലി തിരൂര് ഉപ്പാന്റെ ഒരു ട്രാവൽസ് ഉണ്ട് നാട്ടില്. അപ്പൊ നമ്മൾ നമ്മളിപ്പോഴും അത് റൺ ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ആണ്, നാട്ടിൽ തന്നെ ചെറിയൊരു ട്രാവൽസ് ആണ്. അത് വലിയ ബ്രാഞ്ചസോ കാര്യങ്ങളൊന്നും വന്നാൽ ചെറിയൊരു ട്രാവൽ നേരത്തെ മുതലേ റൺ ചെയ്യുന്ന സ്ഥാപനമാണ്. ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ട് അവിടെ പോകുന്നുണ്ട്. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് അവിടെ പോകും. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ഉപ്പാനെ ഹെൽപ്പ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അവിടെ നിന്നാണ് അല്ലല്ല, ഒറ്റ മോനല്ല. എനിക്ക് ആക്ച്വലി 3 താത്താരുണ്ട്, അതുപോലെ ഒരു അനിയനും ഉണ്ട്. അനിയനിപ്പോ 10th പഠിക്കാണ്. താത്താരൊക്കെ കല്യാണം കഴിഞ്ഞു. 3 പേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അതുപോലെ അവർ പഠിക്കുന്നുണ്ട്. ഇപ്പൊ 1-2 പേര് ഇപ്പോ ആക്ച്വലി 3 പേര് ഇപ്പൊ നമ്മുടെ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ റീസെന്റ് ആയിട്ട് ഇപ്പൊ 2ാമത്തെ സിസ്റ്ററിനെ നമ്മൾ ഹയർ ചെയ്തു. അവരോരോ വിങ്ങിലാണ്. ഫൈനാൻസിൽ ഒരാൾ M.Com കഴിഞ്ഞാണ്, ഒരാൾ ഫൈനാൻസിലുണ്ട്. അതുപോലെ ഒരാൾ PG എക്കണോമിക്സിൽ ചെയ്ത ആളാണ്. പുള്ളിക്കാരി നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് ഒരു ഫേമിലുണ്ട്. അങ്ങനെ മലപ്പുറത്ത് തന്നെയാണ്, അവിടെ അടുത്തടുത്ത് തന്നെയാണ്. അപ്പോ ആക്ച്വലി നമ്മള് ഈ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാവൽ ഏജൻസിയും അതിന്റെ ചുറ്റുവട്ടം, അവിടുത്തെ ഒരു ടൗണും, നമ്മളുടെ വൈലത്തൂർ എന്നാണ് പ്രോപ്പർ നമ്മുടെ ഹോം ടൗണിന്റെ പേര്. അവിടെ ചുറ്റുവട്ടത്തുള്ള ആളുകളായിട്ട് നമ്മൾ കാണുന്നതാണെങ്കിലും ഇന്ററാക്ട് ചെയ്യുന്നതാണെങ്കിലും എനിക്കങ്ങനെ വളരെ ക്ലോസ് ഫ്രണ്ട് സർക്കിൾ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സർക്കിളും കൂടുതൽ ഈ പറയുന്ന ടൗണിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അവിടെ നമ്മൾ കൂടുതലും കാണുന്നത് ഈ പറയുന്ന പോലെ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഇവരായിട്ടൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതലും ഇന്ററാക്ട് ചെയ്തിരുന്നത്.
പിന്നെ കൂടുതലും ഉപ്പാന്റെ കസ്റ്റമേഴ്സ്. അപ്പൊ പ്രായത്തിനെക്കാട്ടിലും വലിയ ആൾക്കാരുമായിട്ടായിരുന്നു കൂടുതലും കമ്പനി. അത് ഇന്നും നോക്കുമ്പോൾ ചിലപ്പം അങ്ങനെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നും നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. എന്റെ സെയിം ഏജ് സർക്കിൾ അല്ല എനിക്ക് പലപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. എൽഡർ ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ബിസിനസ്സിലും ഇങ്ങനെ നമ്മൾ ഒരു പക്ഷെ നമ്മൾ ആ ഒരു മേഖലയിൽ ഇങ്ങനെ ചിന്തിച്ച് ആ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു വന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സർക്കിളിലോട്ട് പോയത്. എന്നാലും അത് ഭയങ്കര ഒരു സർപ്രൈസിങ് ഇതൊരു ക്യൂരിയോസിറ്റി തന്നിരിക്കുന്നത്. ഒരു കുട്ടി സ്കൂളിൽ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ കൂടെയുള്ള സർക്കിളിനെക്കാട്ടിലും അവൻ സമയം കൂടുതലും ചെലവഴിച്ചിരുന്നത് അതും സ്കൂളിലെ തന്നെ വലിയ ചേട്ടന്മാരുടെ കൂടെയും പോലും അല്ല, അല്ലേ? അച്ഛന്റെ ഫ്രണ്ട്സ് ആയിരുന്നു അവരൊക്കെ. അതെ, ഉപ്പാരുടെ ഫ്രണ്ട്സ്. അതുപോലെ നമ്മുടെ ഷോപ്പിന്റെ അടുത്തുള്ള ഷോപ്പിലെ ആളുകൾ. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന വെച്ചാൽ ഇപ്പോൾ ട്രാവൽസിന്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോംപ്ലക്സിന്റെ ഉള്ളിൽ ഒരു ഷോപ്പാണ്, ഒരു ഒറ്റമുറി ഷോപ്പാണ്. ഇതിനകത്ത് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അപ്പൊ നമ്മളവിടെ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അവിടെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അപ്പുറത്തെ ഷോപ്പിലൊക്കെ പോകും. അപ്പോൾ ഒരുപാട് മേഖലകളുണ്ട്. അതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് ഷോപ്സ് ഉണ്ട്, ഫോറിൻ കച്ചവടം നടന്ന ഷോപ്പുകളുണ്ട്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലുള്ള ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ കയറി ഇന്ററാക്ട് ചെയ്യും. അവരായിട്ടൊക്കെ നമ്മൾ നല്ല കമ്പനി, ഇന്നും നല്ല കമ്പനി ആട്ടോ. അപ്പോൾ അവരായിട്ടൊക്കെ നല്ല കമ്പനി ആയിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അവരെ ബിസിനസ്സിലുള്ള കാര്യങ്ങൾ, അവരെ കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉള്ളിൽ എന്ത് ചെയ്യും, ഓക്കെ എനിക്കും വേണം ഒരു ബിസിനസ്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം, അങ്ങനത്തെ വലിയ സ്വപ്നങ്ങളൊന്നുമല്ല, ചെറിയ രീതിയിൽ ഒരു ഷോപ്പ് തുടങ്ങണം, അങ്ങനത്തെ ഒരു സ്പാർക്ക് നമ്മളുടെ ഉള്ളിൽ അന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ആക്ച്വലി ഒരു തുടക്കം. ഏത് ഏജിലായിരുന്നത്? ഞാനതൊരു 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പ്രോപ്പർലി ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയി സ്റ്റേജിൽ നിന്ന് ഒരു സെൽഫ് എംപ്ലോയിഡ് സ്റ്റേജിലേക്ക് എത്തുന്നത് ഒരു 7ാം ക്ലാസ് കഴിയുന്ന ആ ഒരു സമയത്തിലാണ്. ആ ഒരു വെക്കേഷൻ ടൈമിൽ നമ്മുടെ അടുത്തുള്ളൊരു ഫോട്ടോസ്റ്റാറ്റിൻ്റെ അതുപോലെ ഒരു പ്രിന്റിങ്ങിൻ്റെ ഒക്കെ ഷോപ്പ് ഉപ്പ നടത്താൻ കൊടുത്തിരുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. കുറേ മുന്നേ ഉപ്പ നടത്തിയതായിരുന്നു. എനിക്ക് ഈ ഗ്രാഫിക് ഡിസൈനിങ്, അതുപോലെ തന്നെ ഡിസൈനിങ്, പോസ്റ്റർ, ഫോട്ടോഷോപ്പ്, ഇതിനോടൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു അന്ന്. അപ്പോൾ കാരണം അവിടെ കമ്പ്യൂട്ടറിൽ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഫോട്ടോഷോപ്പിലും അതുപോലെ കുറേ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിലും. അന്നൊക്കെ ഫേസ്ബുക്ക് ഭയങ്കര ട്രെൻഡിങ്ങാണ്. അന്നും ഫേസ്ബുക്കിൽ ഞാൻ നല്ല ആക്റ്റീവ് ആണ്. ആ സമയത്ത് കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യും. ഭയങ്കര രസമുള്ളൂ അന്നത്തെ ഫോട്ടോസ് ഇപ്പൊ നോക്കാൻ പറ്റില്ല. സത്യം അന്നത്തെ ഫോട്ടോസ് ഒന്നും ഇപ്പൊ നമുക്ക് നോക്കാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പ്രിന്റിംഗ് ഷോപ്പിൽ ഞാൻ കുറെ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഷോപ്പ് അവർ ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ടേക്ക് ഓവർ ചെയ്തു. ആക്ച്വലി ആ വെക്കേഷനിൽ നമ്മളത് നടത്താം, ഈവനിങ് ടൈമിൽ നമ്മളത് നടത്താനുള്ള ഉദ്ദേശത്തിലാണ് ടേക്ക് ഓവർ ചെയ്ത്. പിന്നെ ക്ലാസ്സസ് തുടങ്ങിയ സമയത്ത് നമ്മളൊരു സ്റ്റാഫിനെ വെച്ച് അതിന് ഡേ ടൈമിൽ സ്റ്റാഫിനെ വെച്ച് റൺ ചെയ്തു. ഈവനിങ് ഞാനൊരു കസിനും കൂടെ അത് റൺ ചെയ്തു. ആ രീതിയിൽ കൊണ്ടുപോയി. അതിനൊക്കെ ഉപ്പ സമ്മതിച്ചോ? 7ാം ക്ലാസ്സുകാരനെ ഒരു പയ്യൻ വന്നിട്ട് ഉപ്പ ഞാനത് റൺ ചെയ്യാം, ഞാനത് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്ന കേൾക്കുമ്പോ ഉപ്പ മോനെ നിനക്കതൊക്കെ ചെയ്യാൻ പറ്റും, നീ ചെയ്തോ, അങ്ങനെ അപ്പൊ തന്നെ സമ്മതിച്ചു? അങ്ങനെയല്ല, ഉപ്പാക്കിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, വലിയ ഫൈനാൻഷ്യലി വലിയ സപ്പോർട്ട് തരാനൊന്നും ഫാമിലിക്ക് അത്ര ഒരു കാലിബർ ഇല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് കിട്ടിയത് എന്നോടൊന്നിനും നോ എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ എന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഇതിൽ ഞാനിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അത് ചെയ്യണ്ട, നീ പഠിച്ചോ, അല്ലെങ്കിൽ നീ ക്ലാസ്സിന് വെക്കോ, അതിൻ്റെ കൂടെ ദിശ നടക്കത്തില്ല, അല്ലെങ്കിൽ സ്റ്റഡീസിനെ ബാധിക്കും എന്ന രീതിയിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. നിനക്ക് പറ്റുമെങ്കിൽ നീ നോക്ക്, വർക്കൗട്ട് ചെയ്ത് നോക്ക് എന്നൊരു ആ ഒരു രീതിയിലായിരുന്നു നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതെ, പാരൻസ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ആ ഒരു സപ്പോർട്ട് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്, പല ആളുകൾക്കും കിട്ടാത്തതാണ്. ഫൈനാൻഷ്യൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ ഈ പറയുന്ന സപ്പോർട്ട് നമുക്ക് കിട്ടിയാലേ നമുക്ക് ഈ പറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് പോകാനും വേണ്ടി പറ്റുള്ളൂ. ഇതിനിടയിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു 7ാം ക്ലാസ്സുകാരൻ ഇത്രയും ഇതായിട്ടൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് തന്നെ ചിലർക്ക് ഒരു കാര്യം അവർ പറഞ്ഞു കഴിഞ്ഞാൽ, ചില കുട്ടികളിൽ നമ്മൾ കാണുന്നതാണ്, അവർ പറഞ്ഞാൽ അത് പറയുന്നതിനകത്ത് നിന്ന് അവർ മാറില്ല, അവരതിൽ ഭയങ്കരമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. ചില കുട്ടികൾക്ക് ആ ഒരു വാശിയുണ്ട്. ചിലർ അത് പിന്നെ അച്ഛനും അമ്മമാർക്കും അറിയാം ഇവന്റെ സ്വഭാവം ഇങ്ങനെയാണ്, അവന്റെ അടുത്ത് മാറി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അവ മാറ്റില്ല. ചില കുട്ടികളിൽ യങ് ഏജിൽ തന്നെ മുതലുള്ള ഒരു ഹാബിറ്റ് പോലെ ചിലരിലുള്ള ഒരു സ്വഭാവമാണ്. ഷിബിലിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടും പറയുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും സജഷൻസ് എടുക്കാറുണ്ട്. ഞാൻ എൻ്റെ ഒരു വിഷൻ ഞാൻ ഷെയർ ചെയ്യും, പാരൻസിൻ്റെ അടുത്താണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും. എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനിത് അവരുടെ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോഴാണെങ്കിലും അവരുടെ അടുത്ത് നിന്ന് അതിലേക്ക് നല്ല സജഷൻസ് കിട്ടുമെന്ന എക്സ്പെക്ടേഷൻ വെച്ചാണ് ഞാൻ എന്ത് ചെയ്യാറുള്ളത്, അത് ഷെയർ ചെയ്യാറുള്ളത്. നേരെ മറിച്ച് നമ്മൾ പല ആളുകളും നമ്മൾ കാണുന്നുണ്ടാവും നേരെ ഡയറക്റ്റ്ലി നെഗറ്റീവ് പറയുന്ന, അല്ലെങ്കിൽ ഓക്കെ ഇതിലിങ്ങനെ പ്രശ്നം ഉണ്ടാവും, അങ്ങനെ പ്രശ്നം ഉണ്ടാവും, ഇത് ചെയ്യണ്ട അങ്ങനെ പറയുന്ന ആളുകളല്ല. ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എന്ന രീതിയിൽ, അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും അതേസമയം നമുക്ക് വരാൻ പോകുന്ന റെഡ് ഫ്ലാഗ്സ് ഒക്കെ നമുക്ക് നോട്ടീസ് ചെയ്ത് തരികയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരെടുത്ത് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി. അത് ഞാൻ പണ്ട് മുതലേ ശീലിച്ചിട്ടുള്ള, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടിയിട്ടുള്ള സംഭവം.
അപ്പോൾ ഈ ചെറുപ്രായത്തിലാണെങ്കിലും നമ്മളിത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫാദറിൻ്റെ കേസിൽ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയാണ് സ്ഥാപനം ഉള്ളത്. അപ്പോൾ ഉപ്പാക്കൊരു നോട്ടം എന്നിൽ കിട്ടും. പിന്നെ അന്നത്തെ ഒരു കാലമാണെങ്കിലും ഇപ്പോൾ ഇന്നത്തെ കാലമാണെന്നുണ്ടെങ്കിലും ആ പ്രായമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു പലതിലോട്ടും പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഇവിടെ നിൽക്കുകയാണ്, ഇതിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കട്ടെ എന്ന് കരുതിയിട്ടും ഉണ്ടാവാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയത്. അച്ഛനും അമ്മയും അല്ലേ പോലും വീട്ടിലെ കാർന്നുമാർ വേറെയും ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അവർക്കും നമ്മുടെ ലൈഫിന്റെ മേളിൽ അവർക്കൊരു വോയിസ് ഉണ്ടാവും. അങ്ങനെ ആരും ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ലേ? അതിന് ഞാൻ ശരിക്കും പറഞ്ഞ വലിയ താങ്ക്സ് പറയുന്നത് എൻ്റെ ഉപ്പാൻ്റെ അടുത്താണ്. കാരണം ഉപ്പ നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പോൾ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഉപ്പാക്ക് എല്ലാവരോടും ഉപ്പ കീപ്പ് ചെയ്യുന്ന ഒരു കണക്ഷൻ ഉണ്ട്, എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അത് ചെറുപ്പം മുതലേ നമ്മളിലോട്ടും അതിനെ ഇപ്പോൾ ഒരു നമ്മൾ ഫാമിലീസിൽ പോയി വിസിറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഫ്രീക്വന്റ്ലി നമ്മൾ ഫാമിലീസിലൊക്കെ പോയി വിസിറ്റ് ചെയ്യും. ഇപ്പം എനിക്ക് പലപ്പോഴും സാധിക്കാറില്ല പല കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും. അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആവാൻ പറ്റുന്ന രീതിയിലൊക്കെ നിൽക്കാറുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഫാദറിന് എപ്പോഴും ആ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കും നിർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും താങ്ക് യു. ഉപ്പാൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പലരെയും അതിന് ഉണ്ടാവാറില്ല, കൂടുതൽ അങ്ങനെ ഇടപെടാൻ വരാറില്ല. പലപ്പോഴും പല അഭിപ്രായങ്ങൾ എന്നോട് പറയില്ലെങ്കിലും ഫാമിലിയിൽ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അറിയുമ്പോഴാണെങ്കിലും നമ്മൾ അതിന് നെഗറ്റീവ് പറയാനുള്ള ചാൻസസ് പരമാവധി കൊടുക്കാറില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇപ്പോൾ അവൻ പഠിക്കേണ്ട പ്രായമല്ലേ, അവനിപ്പം തന്നെ ഇതൊക്കെ ഇപ്പൊ തന്നെ ഇറക്കുന്നത് എന്ന രീതിയിൽ ഒരു മെജോറിറ്റി ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതേ സമയം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെ 10ാം വയസ്സിൽ ആദ്യമായിട്ട് ജോലി ചെയ്യുകയാണ് അല്ലേ? 10 വയസ്സിലെന്ന് പറയണത് ഈ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഉപ്പ തന്നെ വേറൊരാൾക്ക് നടത്താൻ കൊടുത്ത സ്ഥാപനം, അവിടെയാണ് ജോലി തുടങ്ങുന്നത് തന്നെ. അന്ന് അങ്ങനെ ഒരു ജോലി ചെയ്തപ്പോഴും ഉപ്പയുടെ കയ്യിൽ നിന്നും ഒരു ശമ്പളം പോലെയോ എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടിയിട്ടുണ്ടോ? ട്രാവൽസിൽ വർക്ക് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് പോക്കറ്റ് മണി ആയിട്ട് ഫണ്ടൊക്കെ തരുമായിരുന്നു. പക്ഷെ അതിന് കൃത്യമായ കണക്കുകൾ ഉണ്ടായിരുന്നു. എൻ്റെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിലവുകൾ, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പേന മേടിക്കുക, ബുക്ക് മേടിക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ മിഠായി മേടിക്കുക, ഇതൊക്കെ ആയിരിക്കും. കാരണം ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, അങ്ങനെ വല്ല ചിലവുകളും കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. അത്തരം ചിലവുകളും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ ഞാൻ കണ്ടുപോകണം. അങ്ങനെ ഒരു പോക്കറ്റ് മണി തരും, അത് ആ രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ സ്ഥാപനത്തിലോട്ട് വന്നപ്പോൾ ഒരു ഫോട്ടോസ്റ്റാറ്റ് DTP വന്നപ്പോൾ മാസാവസാനം നമ്മൾ കണക്ക് കൂട്ടിയിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാവും. ഇതിന് പുറമെ പോക്കറ്റ് മണി എടുക്കുന്നതിന് പുറമെ ഒരു ലാഭം കൂടി ഉണ്ടാവും. ആ ലാഭം നമ്മൾ കസിനും ഞാനും പിന്നെ കുറച്ച് നമ്മൾ ഉപ്പാക്കും കൊടുക്കും. ആ രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഉപ്പാൻ്റെ ഒരു സപ്പോർട്ട് അതിലുണ്ടല്ലോ, ഫൈനാൻഷ്യലി ആ സപ്പോർട്ട് ഉണ്ട്. അത് നമ്മൾ പിന്നീട് ആ ഒരു സ്ഥാപനം നമ്മൾ സെല്ല് ചെയ്തു. ഒരു പ്രാവശ്യം നമ്മൾ നടത്താൻ പറ്റാതെ നമ്മൾ 10th എത്തിയ സമയത്ത് കേട്ടോ, അതുവരെ നടത്തി. അതിനിടയിൽ ആ ഒരു സ്ഥാപനത്തിൽ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ ഇ-കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ഥാപനം നമ്മൾ സെല്ല് ചെയ്ത സമയത്താണെങ്കിലും നമ്മൾ അവർ ഇട്ടിരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഏകദേശം 2x റിട്ടേൺ നമ്മൾ അവർക്ക് ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ആ തുടങ്ങുന്ന സ്ഥാപനം നമ്മൾ കൊടുക്കുന്ന സമയത്തും ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു, ഒരുപാട് സർവീസുകളും പ്രൊഡക്റ്റുകളും നമ്മൾ ആഡ് ചെയ്തിരുന്നു. അന്നത്തെ നമ്മളുടെ ഐഡിയാസ് ഒക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവർക്ക് കൊടുത്ത റിട്ടേൺസ് എന്ന് പറയുന്നത്. ബേസിക്കലി പറഞ്ഞാൽ അവിടെ നമ്മളൊരു ട്രസ്റ്റാണ് നമ്മളുടെ പാരൻസിന് മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസിൻ്റെ ഇടയിൽ നമ്മൾ കൊടുത്തതെന്ന് പറയുന്ന ഒരു ട്രസ്റ്റാണ്. ആ ഒരു ട്രസ്റ്റാണ് പിന്നീട് നമ്മൾ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയി ഓൾറെഡി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ മുന്നോട്ടുള്ള തീരുമാനങ്ങളിലെല്ലാം അവരുടെ സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു 7ാം ക്ലാസ്സുകാരൻ സ്റ്റഡീസിന്റെ കൂടെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നു, ബിസിനസ്സിലേക്കൊക്കെ എൻ്റർ ചെയ്യുന്നു, അപ്പൊ എത്രയെന്ന് പറഞ്ഞാലും കുറച്ച് മൈൻഡ് ഡൈവേർട്ടഡ് ആവും, കുറച്ചും കൂടെ ഫോക്കസ് സ്റ്റഡീസിൽ നിന്ന് മാറി ഇമാതിരി കാര്യങ്ങളിലേക്ക് വരും. എങ്ങനെ ഇതിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കണം എന്നുള്ളൊരു തോട്ട് തീർച്ചയായിട്ടും വരും. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാക്ക് മാറി യാത്ര ചെയ്തപ്പോൾ എന്തെങ്കിലും അത് സ്റ്റഡീസിനെ ബാധിക്കുമോ? അവിടെ അക്കാഡമിക്സിൽ കുറച്ചും കൂടെ വീക്കായി പോവോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഒരു മൊമെന്റ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി 10th ഒരു എക്സാമിന്റെ ആ ഒരു എക്സാം പ്രഷറിലേക്കൊക്കെ വരുന്ന ഒരു സമയത്താണ് നമ്മൾ ആ ഷോപ്പ് സെല് ചെയ്തത്. കുറച്ചൊരു ബ്രേക്ക് എടുക്കാം എന്നൊരു രീതിയിൽ. ആ ഒരു സമയത്ത് നമ്മൾ ഒരു മെയിൻ എക്സാം ആണ് നമ്മളുടെ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് ആ ഒരു സമയത്ത് നമുക്ക് അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിൽ 10th എക്സാംസ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സംസാരിക്കുന്നത് ഒരുപാട് വർഷങ്ങൾ മുന്നത്തെ കാര്യമൊന്നുമല്ല. പയ്യന് വെറും 22 വയസ്സേ ഇപ്പൊ ആയിട്ടുള്ളൂ. അപ്പൊ നോക്കൂ, ഒരു 7-8 കൊല്ലം മുമ്പ്, 10 കഴിഞ്ഞിട്ടേ ഉള്ളൂ, 7 വർഷം മുമ്പേ അല്ലേ? അപ്പോ ആ ഒരു സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ലൈഫിലേക്ക് ഇങ്ങനെ വരണു, കുറെ കൂടെ ഫോക്കസ്ഡ് ആവുന്നു അത്ര ഏർലി ഏജിൽ എന്നൊക്കെ പറയുമ്പോൾ സമ്മൺ നമ്മളെ അവിടെ കൂടുതലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവണം, അല്ലെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സ് എവിടെയോ ഒരാളെ പോലെ ആവണം എന്ന് എവിടെയോ ലോക്ക് ചെയ്തിട്ടുണ്ടാവണം. ഞാൻ ചോദിക്കുന്നത്, ഞാനത് ആക്ച്വലി ഒരു സിംഗിൾ പേഴ്സണിലോട്ട് ഫോക്കസ്ഡ് ആയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഒരുപാട് ആളുകളുടെ പോസിറ്റീവ് സൈഡ് എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ട്. അത് അവരുടെ വെൽത്ത് ആണോ? വെൽത്ത് അല്ല ഒരിക്കലും. അവരെടുക്കുന്ന ഓരോ ഡിസിഷൻസ്, ലൈക്ക്
ഈവൻ ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഓൺടർപ്രണേഴ്സ് ആണെങ്കിലും വാട്ട് എവർ നമ്മൾ കാണുന്ന പബ്ലിക്കിൽ റിനോഡ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ഒക്കെ പല ഡിസിഷൻസും കാര്യങ്ങളും അത് നമ്മൾ പല രീതിയിലായിരിക്കും പറയുന്നത്. ഇപ്പോൾ ബുക്സ് ത്രൂ അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ മീഡിയാസ് ത്രൂ അവരുടെ ഇന്റർവ്യൂസ്, അന്നും ഈ പറഞ്ഞ പോലെ പഴയ ഇന്റർവ്യൂസ്, ന്യൂസ് ചാനൽ ഇന്റർവ്യൂസ് ഒക്കെയാണ് അന്ന് കൂടുതൽ നമ്മൾ ഇന്റർവ്യൂസിലൂടെ കണ്ടിട്ടുണ്ട്. മൂവീസിൽ കുറെ സംഭവങ്ങൾ കണ്ട് ഇൻസ്പയർ ആയിട്ടുണ്ട്. ഇപ്പോൾ മൂവീസിലൊക്കെ നമ്മൾ ബിസിനസിന്റെ ഒക്കെ കുറെ സംഗതികൾ കണ്ടിട്ടൊക്കെ നമ്മൾ ഇൻസ്പയർ ആയിട്ടുണ്ട്. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ബേസിക്കലി നമ്മൾ ഫൈനാൻഷ്യലി ഫ്രീ ആവുക എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വെറുതെ എന്തെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കാട്ടിലും സംതിങ് ഡിഫറെന്റ് എന്നുള്ളൊരു സംഭവം, നമ്മളെന്തെങ്കിലും നമ്മളാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു എന്നുള്ള രീതിയിൽ സൊസൈറ്റിയിൽ പറയുന്ന രീതിയിൽ, സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതായിരുന്നു ആ ഒരു ഡ്രൈവ് ചെയ്യുന്ന പാഷൻ. അപ്പോൾ അവിടെ റോൾ മോഡൽസ് ആയിട്ട് ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. ഇന്നും ഞാൻ പല ആളുകളിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ മെന്റേഴ്സ് ആയിട്ട് കാണുന്ന ആളുകളുണ്ട്, വലിയ ടൈക്കൂൺസ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അവരിൽ നിന്നൊക്കെ അവരെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു പെർട്ടിക്കുലർ റോൾ മോഡൽ പറയാൻ പറ്റത്തില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം പല ആളുകളുടെയും പല പെർസ്പെക്ടീവ്സിനും എനിക്ക് ചിലപ്പം ഓക്കെ ആയിരിക്കില്ല. നമ്മളുടെ വാല്യൂസും നമ്മളുടെ ഒരു ലൈക് പർപ്പസും മിഷനും ഒക്കെ ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ പക്ഷെ പോസിറ്റീവ് സൈഡ് ഒരുപാട് ഉണ്ടാവും. അതിനെ നമ്മളൊരു മോട്ടിവേഷൻ ആയിട്ട് ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കും. പക്ഷെ അതേസമയം നമ്മൾ നെഗറ്റീവ് സൈഡിനെ നമ്മൾ മേ ബി അത് നമ്മൾ ഇഗ്നോർ ചെയ്യും, ആ രീതിയിൽ പോകും. അപ്പൊ ഒരു സിംഗിൾ പേഴ്സണെ പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അപ്പൊ ആ രീതിയിലാണ് ഞാൻ പണ്ട് മുതലേ ശീലിച്ചു വരുന്നത്. ഓക്കെ, അങ്ങനെ അവിടുന്ന് 10th ഏതായിരുന്നു ഫേവറേറ്റ് സബ്ജക്ട്? എനിക്ക് ആക്ച്വലി ഫേവറേറ്റ് സബ്ജക്റ്റ് അങ്ങനെ ഇംഗ്ലീഷ് നല്ല ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഹയർ സെക്കൻഡറീസിലോട്ടൊക്കെ വന്നപ്പോഴാണ് ശരിക്കും ഒരു ഫേവറേറ്റ് സബ്ജക്ട് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ജിയോളജി എൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു. അതിന് റീസൺ എന്ന് പറയുന്നത് ബേസിക്കലി ഒന്ന്, ജിയോളജി എന്നെ പഠിപ്പിച്ച സാറ് എന്ന് പറയുന്ന അത്യാവശ്യം നമ്മളായിട്ട് ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു സാറായിരുന്നു. അതുപോലെ ഓഫ് കോഴ്സ് അത് അങ്ങനെ വന്നു, അതൊരു മോട്ടീവാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഓർമ്മിച്ച് വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആക്ച്വലി ബിസിനസിന്റെ ഒരു പ്രൊഫൈലിലോട്ട് പോകുന്നതിന് മുന്നേ ചിന്തിച്ചൊരു കാര്യമായിരുന്നു ജിയോളജിയിൽ PG മീൻസ് UG PG എടുത്ത് ആ ഒരു രീതിയിൽ മൈനിങ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലോട്ടൊക്കെ പോകണം, അല്ലെങ്കിൽ കാരണം അതിന്റെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ട്രാവലിംഗ് ആയിരുന്നു. കാരണം അന്ന് മുതലേ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹം. സാറ് തന്നെ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സാറ് ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലോട്ട് വന്നതിന്റെ റീസൺ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കോളേജിലൊക്കെ IB ഒക്കെ 25 ദിവസം ഒരു മാസത്തൊക്കെ IB തന്നെ കൊണ്ടുപോകും, അത്രയും ട്രാവൽ ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു ബ്യൂട്ടിയാണ് കേട്ടോ. അതൊക്കെ കേട്ടിട്ടായിരുന്നു നമ്മൾ അങ്ങനെ ഇൻസ്പയർ ആയി. ജിയോളജി ഭയങ്കര താല്പര്യത്തോടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ഈ അടുത്ത് റീസെന്റ് ആയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുള്ള റീല് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് +1 +2 പഠിക്കുന്ന സമയത്ത് നമ്മളൊരു കോളേജിൽ IBക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ സാറ് ഞങ്ങളെ കൊണ്ടുപോയതായിരുന്നു ജിയോളജി ലാബൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ആ കോളേജിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ഇനാഗ്രേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ സെഷൻ എടുക്കാനൊക്കെ പറ്റി. ഞാനത് റീലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള മൊമെന്റ് ആയിരുന്നു. ഞാൻ സാറെടുത്ത് വിളിച്ച് പറഞ്ഞു, സാറ് പഠിച്ച ക്യാമ്പസ് ആണ്, അപ്പൊ സാറിന് ഒരുപാട് സന്തോഷമായി. ഞാനത് ഷെയർ ചെയ്തു, നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അജിത് സാർ എന്നാണ് പേര്. ഇപ്പൊ അവിടെ തന്നെ സ്കൂളിൽ തന്നെ സാറാണ്. ഞാൻ എപ്പോഴും ഫ്രീക്വന്റ്ലി കണക്ട് ചെയ്യുന്ന ആളും കൂടെയാണ്. നമ്മൾ ഈവൻ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും സ്റ്റാറ്റസുകൾക്കും കാര്യങ്ങൾക്കൊക്കെ റിപ്ലൈ ചെയ്യും, കൺഗ്രാറ്റുലേഷൻസ് അയക്കും, എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അത് നമുക്ക് അന്ന് മുതൽ ആ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ടായിരിക്കും മേ ബി ആ ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടം തോന്നി. പക്ഷെ പിന്നെ നമ്മൾ വേർട്ടിക്കൽസ് അങ്ങനെ ബിസിനസ് മോട്ടീവായിട്ട് അങ്ങനെ വന്നപ്പോൾ പിന്നെ BBA MBA അങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ ജിയോളജിയിൽ നിന്ന് വിട്ട് ഈ BBA അപ്പം +1 +2 ആക്ച്വലി ഒരു മേജർ ടെൻ ബാക്ക് ആണ്. കാരണം കൂടുതലും ബിസിനസ്സിലോട്ട് ഫോക്കസ്ഡ് ആവുന്നത് +1 +2 ടൈമിലാണ്. ഈവൻ ട്രേഡിങ്ങിലോട്ട് വരുന്നതും അതുപോലെ അവിടെ നിന്ന് പിന്നെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകത്തിലോട്ട് പോകുന്നതും അതിനൊരു വലിയ റീസൺ കൂടി ഉണ്ട്. ആ സമയത്ത് കുറേയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലഡ്, നിപ്പ അങ്ങനത്തെ കുറെ കാര്യങ്ങളായിട്ട് നമുക്ക് ക്ലാസ്സസ് കുറെ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ അല്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ സമയം നമുക്ക് അക്കാദമിക് അല്ലാത്ത സമയം നമുക്ക് കിട്ടി. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അന്ന് മുതൽ വെറുതെ ഇരിക്കണ ശീലമില്ല. അപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് നോക്കി, കോഡിങ് പഠിക്കും, കുറെ കോഡിങ് പഠിച്ചു നോക്കി, കുറെ എത്തിക്കൽ ഹാക്കിങ് പഠിച്ചു നോക്കി. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു നോക്കി. അങ്ങനെ എത്തിപ്പെട്ടതാണ് ആക്ച്വലി ട്രേഡിങ്ങിലോട്ട്. അപ്പൊ ട്രേഡിങ്ങിലോട്ട് വന്ന സമയത്താണെങ്കിലും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. സിസ്റ്ററൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ ക്യാപിറ്റലൊക്കെ തന്നിട്ട്. ആ ഒരു ക്യാപിറ്റൽ 25,000 ഒരു ക്യാപിറ്റലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്റ്റോക്സിൽ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ജേണിയിലേക്ക് വന്നതിൽ പിന്നെയാണ് ശരിക്കും ഇങ്ങനെ പോയാൽ പോരാ, പൈസ മാത്രം ഉണ്ടാക്കിയാൽ പോരാ,
ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്കൊക്കെ ഒരു സംഭവം കൊണ്ടുവരണം. ആ ഒരു പ്രൊഫൈലിലേക്ക് നമ്മൾ തോട്ട്സ് മാറുന്നത് അതുവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ജീവിച്ചു പോകാനുള്ള ഒരു സംഗതി അതേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ട്രേഡിങ്ങിലാണെങ്കിലും കാര്യങ്ങൾ കുറച്ച് ഫൈനാൻഷ്യൽ ക്രൈസിസ് സിറ്റുവേഷൻസും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ ആക്ച്വൽ +1 +2 സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല തട്ടുകേടില്ലാത്തൊരു കടബാധ്യതയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. എമൗണ്ട് ഒന്നും പറയാൻ ഞാൻ ഇങ്ങനെ ലൈക്ക് കുറെ ഇന്റർവ്യൂസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാനധികം പറയാറില്ല. ആക്ച്വലി നല്ലൊരു 16 വയസ്സിലൊരു ഇത്ര ലക്ഷം രൂപയുടെ കടം എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് തന്നെയായിരുന്നു. അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ പോരാ, കാരണം എനിക്കത് റിക്കോപ്പ് ചെയ്തേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു ഏജിൽ അത്രയും എന്നൊന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിനെ വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് തുറക്കുകയാണ് അല്ലേ. അതുവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ചെലവുകൾ മീറ്റ് ചെയ്ത് പോകുന്നുണ്ട്, ചിലർ എന്തെങ്കിലും ബാക്കിയാവുന്നുണ്ട്, അത് നമ്മളുടെ ബാക്കി എക്സ്പെൻസസ് ആയിട്ടും കാര്യങ്ങളായിട്ടും ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അവിടെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ടാർഗറ്റും എൻ്റെ ഗോളും എൻ്റെ തോട്ട്സും എല്ലാം മാറി. കാരണം മാറിയേ പറ്റുള്ളൂ, നമുക്ക് സ്കെയിൽ ചെയ്തേ പറ്റുള്ളൂ, കുറച്ചും കൂടി വൈഡറായിട്ട് ചിന്തിച്ചേ പറ്റുള്ളൂ, ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ വന്നപ്പോഴാണ് നമ്മൾ അനദർ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ട്രേഡിങ്ങും കാര്യങ്ങളും ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് മറ്റ് ബിസിനസ്സുകളിലോട്ട് പോകാനുള്ളതും ആ ഒരു തോട്ട് പ്രോസസ് ഒക്കെ വരുന്നത്. പിന്നെയാണ് അവിടെ നിന്നാണ് നമ്മൾ റോയൽ അസറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക്കലി പറഞ്ഞാൽ അതൊരു വലിയ ഗ്രൂപ്പ് ഓഫ് കമ്പനി ആക്കണം എന്ന് വിചാരിച്ചിട്ട് അന്ന് മുതലേ പ്ലാൻ ചെയ്ത് തുടങ്ങിയതൊന്നുമല്ല. അതായത് ഇപ്പൊ റോയൽ അസറ്റ്സ് ചെയ്തത് +2 അതെ അതെ, +2 പഠിക്കുന്ന സമയത്താണ് നമ്മളത്. എനിക്ക് 17 വയസ്സിലാണ്, 18 വയസ്സപ്പോഴാണ് നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്തതൊക്കെ. ഞാനും ഉപ്പാനും ഡെസിഗ്നേറ്റഡ് ആയിട്ട് നിർത്തിയിട്ടാണ് ഞാൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്തതൊക്കെ. അപ്പോൾ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ട്രേഡിംഗിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും കുറച്ച് പേര് പറഞ്ഞ പോലെ അവരുടെ ഫണ്ട് തന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് തരും എന്ന രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്തു. ശരിക്കും ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരിക്കലും നിങ്ങളെടുത്ത് വന്നിട്ട് അങ്ങനെ ആരെങ്കിലും പൈസ ഒന്ന് ട്രേഡ് ചെയ്ത് പൈസ തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കരുത്. നമ്മളെ സ്വന്തം പൈസ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് കൊണ്ട് ട്രേഡ് ചെയ്യുന്നതും വേറൊരാളുടെ പൈസ കൊണ്ട് ട്രേഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് സംഭവം. കാരണം നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ എമോഷൻസും അവിടെ നമ്മൾ പ്രോഫിറ്റ് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴേക്കുള്ള ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. മാർക്കറ്റിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആ കൺസെപ്റ്റേ മാറിപ്പോകും. അപ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് മാർക്കറ്റിൽ വരും. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ ആളുകളെ ഞാൻ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് തന്നെ ആയിരുന്നു അന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ഞാൻ മന്ത്ലി ഒരു പ്രോഫിറ്റ് കൊടുക്കാം എന്ന രീതിയിലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു പ്രോഫിറ്റ് കൊടുക്കാനൊക്കെ പറ്റാത്ത മാസങ്ങൾ വന്നു, ഒരു ബ്രേക്ക് എടുക്കേണ്ട സിറ്റുവേഷൻസ് വന്നു. അപ്പം അവിടെയാണ് അനദർ സോഴ്സ് ഓഫ് ഇൻകം, അല്ലെങ്കിൽ ഇനിയും എനിക്ക് അടുത്തൊരു ബിസിനസ് അല്ലെങ്കിൽ കൊണ്ടുവരണം, മൾട്ടിപ്പിൾ സോഴ്സ് ഇൻകം കൊണ്ടുവരണം, എന്നാലാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഗോളിലോട്ട് എനിക്ക് എത്താൻ പറ്റുള്ളൂ, കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് എത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പിന്നെ പണ്ട് ചെയ്തൊരു ബിസിനസ്സിൻ്റെ മോഡലിനെ റിപ്ലിക്ക ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കാദമിയിലോട്ടൊക്കെ വരുന്നത്. റോയൽ അക്കാദമി നമ്മളൊരു 3.5 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആക്ച്വലി ഞാൻ ഈ പ്രിന്റിംഗ് ഷോപ്പ് നടത്തിയിരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഓട്ടോമോട്ടീവ് ക്രേസ് ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരാൾ, വിൻറ്റേജ് ബൈക്കുകളൊക്കെ ആയിട്ട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്ലബ്ബും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ അന്ന് മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ടൗണിലുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പറഞ്ഞ പോലെ വണ്ടികളൊക്കെ ആയിട്ട് മോഡിഫിക്കേഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഇപ്പോഴും ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഒരു ഗ്യാരേജ് ഒക്കെ ഉണ്ട് നാട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഒരു സർക്കിളാണ് കൂടുതൽ അവിടെ ഉള്ളത്. അപ്പോൾ അവരായിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അന്ന് ഞാൻ ഈ വാഹനങ്ങളിൽ അതായത് ബൈക്കിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനൊക്കെ നോക്കിയ സമയത്ത് ഭയങ്കര പ്രൈസിങ് ആയിരുന്നു. അപ്പോൾ ഞാനതിന് എന്ത് ചെയ്തു, ഞാൻ തന്നെ സ്വന്തമായിട്ട് ഫോട്ടോഷോപ്പിൽ കുറച്ച് ഡിസൈൻ അങ്ങ് ചെയ്തിട്ട്, നമുക്ക് പ്രിന്റിംഗ് ഉണ്ടല്ലോ, നമ്മൾ അവിടെ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു, A3 പ്രിന്റ് ചെയ്തു, സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തു, നമ്മൾ വണ്ടിയിൽ ഒട്ടിച്ചു തുടങ്ങി. ആ വണ്ടിയിൽ ഒട്ടിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തപ്പോൾ കുറേ പേർക്ക് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നമ്മളെ ഒരു കമ്മ്യൂണിറ്റി, നമ്മളൊരു ഓഡിയൻസ് ഉണ്ട്, നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ കുറേ പേർക്ക് ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് എവിടെ നിന്ന് മേടിച്ച് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ചെയ്താണ്, ഞാൻ വേണമെങ്കിൽ ചെയ്തുതരാം എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്കാകെ കോസ്റ്റ് വന്നിരുന്നത് ആക്ച്വലി ഒരു 60 rupees വരുന്ന പ്രിന്റിങ് വന്നിരുന്നത്, ഷിപ്പിങ്ങിന് ഒരു 40 rupees. വലിയ പാടുള്ള പരിപാടി ഒന്നുമില്ല, ക്ലാസ് കഴിഞ്ഞ് വരിക, നേരെ പ്രിന്റ് ചെയ്യുക, ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഡിസൈനാണ്, നേരെ പ്രിന്റ് ചെയ്യുക, അങ്ങനെ അയച്ചു കൊടുത്താൽ കട്ടിങ് അവർ ചെയ്യാന്നുള്ള സെറ്റപ്പ് ആയിരുന്നു. ഞാനത് 200 രൂപ 250 രൂപക്കായിരുന്നു പറ്റിയിരുന്നത്. നല്ല മാർജിൻ എനിക്ക് അന്ന് എടുക്കാനും പറ്റിയിരുന്നു. ഒരു ദിവസം ഒരു 10 ഓർഡർ 12 ഓർഡർ ഒക്കെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ഞാനത് സ്കെയിൽ ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. ആ സെയിം മെത്തേഡിനെയാണ് ഞാൻ ട്രേഡിംഗിലേക്ക് വന്നപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്തത്, അതായത് അക്കാദമിയിലോട്ട് വന്നപ്പോൾ. ബേസിക്കലി പറഞ്ഞാൽ വിത്തൗട്ട് എനി കോസ്റ്റ്, 0 ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയൊരു മേജർ സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ട്രേഡിംഗ് കഴിഞ്ഞാൽ പിന്നെ മേജർ സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേമും ഈ പറഞ്ഞ പോലെ റോയൽ അക്കാദമിയാണ്. അവിടെ അതിനുള്ള ചാൻസസ് ഉണ്ടാക്കിയത് ഈ പറഞ്ഞ പോലെ ഈ മുന്നേ ചെയ്തൊരു ബിസിനസിന്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ, സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ലൊരു ഓഡിയൻസ് അതിന്റെ സർക്കിളിൽ വന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന പറയുമ്പോൾ ട്രേഡിംഗ് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ സർക്കിളിൽ ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു.
കാരണം നമുക്ക് നാട്ടിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് പറയാൻ പറ്റില്ല ട്രേഡിങ്ങിൽ എങ്ങനെയായി ഇങ്ങനെയായി, മാർക്കറ്റിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചു, ടാർഗറ്റ് അടിച്ചു, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് അത്ര നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് മെമ്പേഴ്സായി. ആ ഒരു മെമ്പേഴ്സിന് ഒരു നീഡ് ഉണ്ടെന്ന് മനസ്സിലായി. അതായത് കസ്റ്റമർ നീഡ് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അവർക്കൊരു അഡ്വാൻസ് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ ആ നീഡ് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാം. ഒന്നും വേണ്ട, നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് നമ്മൾ പഠിപ്പിക്കാം. അത് ലൈവായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളെ കൂടെ ഇരുത്തി ട്രേഡ് ചെയ്യിപ്പിക്കാം. അങ്ങനെ തുടങ്ങിയതാണ് റോയൽ അക്കാദമി എന്ന് പറയുന്നത്. ഫസ്റ്റ് ബാച്ച് നമ്മൾ വെറുതെ ഒരു ഓഗസ്റ്റ് 31-നായിരുന്നു, ഒരു ഓഗസ്റ്റ് 30-നോ വാട്ട് ആ ഒരു ഡേറ്റിലായിരുന്നു നമ്മൾ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 28-നോ അങ്ങനെ എന്തോ ആണ് ലോഞ്ച് ചെയ്തത്. ഒരു 2 ദിവസം മുന്നെയാണ് ഞാൻ ജസ്റ്റ് ഫോട്ടോഷോപ്പിൽ കയറി ഒരു പോസ്റ്റർ ഉണ്ടാക്കി, എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചൊരു പോസ്റ്റർ ഉണ്ടാക്കി ഗ്രൂപ്പിൽ അങ്ങ് ഇട്ടു. എനിക്ക് സ്പോട്ടിൽ അന്ന് തന്നെ ഒരു 5 പേര് എൻറോൾമെൻറ്റ് എടുത്തു. നെക്സ്റ്റ് ഡേ ഒരു 5 പേര് എടുത്തു. അങ്ങനെ 10 പേര് വെച്ച് ഞങ്ങൾ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3.5 വർഷം മുന്നെയാണ് അന്ന് 10 പേര് വെച്ച് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തതെന്ന്. നമ്മൾ ഓഫ്ലൈൻ ആയിട്ടല്ല ഓൺലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ നമ്മൾ ഈ ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പിൽ ഒരു 5 പേരുടെ ഓഫ്ലൈൻ ഒക്കെ നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ സ്റ്റൂളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടൊക്കെ ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അവിടുന്ന് ഇപ്പൊ നമ്മൾ 1000+ സ്റ്റുഡൻസ് നമ്മുടെ അക്കാദമിയിൽ പഠിച്ച് ഇറങ്ങി നല്ല ട്രേഡേഴ്സ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നൊരു മെജോറിറ്റി ആളുകളുണ്ട്. ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്ര നാളത്തെയാ? നമ്മളത് ആക്ച്വലി ഒരു ലൈഫ് ടൈം പ്രോസസ്സാണ്. കാരണം ഒരു ഇത്ര ദിവസം കൊണ്ട് പഠിച്ച് കഴിഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. കാരണം ഫ്രീക്വന്റ്ലി മാർക്കറ്റിൽ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കും. അന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇപ്പോഴും നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ഗ്രോ ചെയ്ത്, അതാണ് നമ്മുടെ ഒരു കോട്ടൺ, അതാണ് ലേൺ ടുഗദർ, ഗ്രോ ടുഗദർ, ഏൺ ടുഗദർ. ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഏജ് കാറ്റഗറി ഒന്നും നമ്മൾ വെച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി അതിൽ നമുക്ക് 18 വയസ്സാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതിലും 16 വയസ്സുള്ള 17 വയസ്സുള്ള കുട്ടികളുണ്ട്. അതായത് പാരന്റ്സ് സപ്പോർട്ട് ചെയ്തിട്ട്, പാരന്റ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട്, പാരന്റ്സ് സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. പാരന്റ്സ് സപ്പോർട്ട് ചെയ്ത് ചെയ്യാൻ മീൻസ് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യപ്പെട്ടിട്ട് ഒരു റിസ്കി ഇതിലോട്ടൊന്നും പോയില്ല. പാരന്റ്സ് ആണ് നമ്മളെടുത്ത് കൊണ്ടുവന്ന് ചേർക്കുന്നത്. അവന് ഇതിനോടൊക്കെ താല്പര്യമുണ്ട്, ഒന്ന് പഠിക്കണം. അപ്പോൾ ബേസിക്കലി അവർ ട്രേഡ് ഒന്നും ചെയ്യത്തില്ല, ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സ്, ആ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ചെറിയ പിള്ളേരുടെ അടുത്തൊക്കെ അങ്ങനെ ഒരു ഹാബിറ്റ് പണ്ട് മുതലേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫാക്കൽറ്റീസും ഉണ്ട്, ഈ പറഞ്ഞ പോലെ സെബി RIs ഒക്കെ ഉണ്ട്. അപ്പൊ അവർ വെച്ചിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇത്രയും നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ഇപ്പോൾ എന്തിലൊക്കെയാണ്? അച്ഛൻ്റെ ട്രാവൽ ഏജൻസി ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. ഇന്നും അന്ന് തുടങ്ങിയ ആദ്യമേ ഷിബിലിയായിട്ട് തുടങ്ങിയ ഫോട്ടോസ്റ്റാറ്റ് ആ ഷോപ്പ് അത് ഇന്നും ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പ് ഇപ്പൊ നിലവിലില്ല. ആ ബിൽഡിംഗ് പിന്നെ അവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് വിഷയങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നമ്മൾ ഒഴിവാക്കി. പക്ഷെ നിലവിൽ ഇപ്പൊ നമ്മൾ അത് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊജക്ടുകൾ ഇപ്പൊ ലൈക്ക് അതിന്റെ കുറച്ചും കൂടി ഇപ്പൊ അന്നത്തെ പ്രിന്റിംഗ് ഷോപ്പ്, അന്നത്തെ ഫോട്ടോസ്റ്റാറ്റ്, DTP എന്നൊക്കെ പറയുന്ന ഇന്ന് അതിന് അഡ്വാൻസ്ഡ് കാര്യങ്ങളാണ്. ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസീസ്, അഡ്വർടൈസ്മെന്റ്സ്. അത് നമുക്ക് മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ട് ഒരു ഫേം ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ഏജൻസി ആയിട്ട് നമുക്കൊരു ഫേം ഉണ്ട്. അതുപോലെ നമുക്കൊരു IT ഫേം ഉണ്ട്, ഡെവലപ്പിംഗ് ചെയ്യുന്ന ആപ്പ് ഡെവലപ്മെന്റ്, വെബ് ഡെവലപ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ടെക്കിലും നമുക്കുണ്ട്, ഓൺലൈനിലും ഓഫ്ലൈനിലും. നമുക്ക് ഇപ്പോൾ കൊച്ചിയാണെന്നുണ്ടെങ്കിലും മലപ്പുറത്ത് തിരൂരാണെന്നുണ്ടെങ്കിലും നമുക്കൊരു 100+ സ്റ്റുഡൻസ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലും നമുക്ക് കോഴ്സ് പോലെയല്ല, നമുക്ക് കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് മോഡലൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ വരെ അവിടെ വർക്ക് ചെയ്യുക. നല്ല പിള്ളേർ നമ്മളുടെ ടീമിൽ തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ അതിന് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഓരോ കമ്പനീസിന്റെ നീഷ് അനുസരിച്ച് അവർക്ക് താല്പര്യമുള്ള മേഖലകൾ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഏകദേശം 40 കൂടുതൽ പിള്ളേർ നമ്മുടെ അടുത്ത് പ്ലേസ്മെന്റ് മേടിച്ചു പോയി. ആ രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എട്ടെക്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ആണോ? അല്ല, നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ അവിടെ ഇന്റേൺഷിപ്പ് മോഡൽ കോഴ്സസ് ആയിട്ടാണ്. നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്, NETT സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അവരായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ പല പല സ്ഥാപനങ്ങൾ ഇപ്പൊ ഒരു 4-5 കൂട്ടം ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ആക്ച്വലി 12+ വെഞ്ചേഴ്സ് ഉണ്ട് റോയൽ അസറ്റ്സിന്റെ. ഇപ്പൊ ഇനിയിപ്പോ നമ്മള് ജനുവരി ആവാനായി. ജനുവരി ആയി കഴിയുമ്പോൾ ഈ ക്വാർട്ടറിൽ നമ്മൾ 3 പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 15 ആവും. ജനുവരിയിൽ ഈ ക്വാർട്ടർ കഴിയുമ്പോൾ Q3 കൂടി കഴിയുമ്പോൾ നമുക്ക് 15. ഇതെല്ലാം കൂടി എങ്ങനെ താങ്ങുന്നു? ഞങ്ങൾ കുറച്ചുപേര് വരട്ടെ, ഞങ്ങൾക്ക് ഇവിടെ ഇടയ്ക്കൊക്കെ ഷൂട്ടുള്ളൂ, ഞങ്ങൾക്ക് ഓരോരോ സ്ഥാപനം ഞങ്ങൾക്കും തരും, ഞങ്ങൾ കുറെ നോക്കി. ഇതൊക്കെ എങ്ങനെ മാനേജ്? എല്ലാം റോയൽ അസറ്റ്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അണ്ടറിൽ ഡിഫറെന്റ് ഫേംസ് എന്നുള്ള രീതിയിലാണ്. ഓരോ പേരുകൾ, ഓരോ സെക്ടറാണ്. നമുക്കിപ്പോ ഓരോ ഫോംസ് പറയുകയാണെങ്കിലും കറക്റ്റ് ആ പേര് തന്നെ ക്യാച്ച് ചെയ്ത് എടുത്തു. റോയൽ അസറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ പേര് തന്നെ പൊന്നായി വരിക എന്നൊക്കെ പറയില്ലേ? അതൊക്കെ എവിടുന്ന് ആ പേര് കണ്ടുപിടിച്ചത്? എന്നുള്ള നെയിം ആക്ച്വലി റോയൽ എന്ന് പറയുമ്പോൾ അവിടെ ബേസിക്കലി ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ലൈക്ക് ആ ഒരു മീനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. ആ റോയൽ ക്ലാസ്സിനെ നമുക്ക് എല്ലാവരിലോട്ട് എത്തിക്കാൻ പറ്റും. അതായിരുന്നു റോയലിന്റെ
അതുപോലെ തന്നെ നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും അതിലൊരു ടോപ്പ് ക്ലാസ് അല്ലെങ്കിൽ അതിലൊരു ബെഞ്ച് മാർക്ക് അങ്ങനെ ആ ഒരു റോയൽ ഫീൽ കൊടുക്കുക എന്നുള്ളത് അതിലെ ബെസ്റ്റ് അതിലെ മാസ്റ്റർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഏത് ഇൻഡസ്ട്രിയിൽ നമ്മൾ കാല് വെക്കുന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ സംതിങ് ഡിഫറെന്റ് ആയിട്ട് അവിടെ ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് ലീവ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം നമ്മളെ കാര്യം. അതാണ് ആക്ച്വലി റോയൽ എന്നുള്ളൊരു കൺസെപ്റ്റ്. അസറ്റ്സിലോട്ട് വരുന്ന സമയത്ത് വാല്യൂ അല്ലെങ്കിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒരു വെൽത്ത് ക്രിയേഷൻ ആണെങ്കിലും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ്. റോയൽ അസറ്റ്സ് ഇൻ ദ സെൻസ് നമ്മൾ അവിടെ കൊടുക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്കവിടെ ഇൻവെസ്റ്റേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഓണ്ടർപ്രണേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എംപ്ലോയീസ് ഉണ്ട്, ടീമുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്. അങ്ങനെ കുറേ പേര് നമുക്ക് എംപവർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് റോയൽ അസറ്റ്സിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സോ നമ്മളൊരു വിഷൻ അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. ഒരു ക്വാർട്ടറിൽ ഒരു 3 പ്രൊജക്ട്സ്, അതിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിനെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യാം. ഒരു നല്ല സ്റ്റാർട്ടപ്പ് ഐഡിയാസുള്ള ഓണ്ടർപ്രണേഴ്സ്, നമ്മൾ ബെഡിങ് ഓണ്ടർപ്രണേഴ്സ് ഒക്കെ ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്സ് ഒക്കെ ആയിട്ട് ഫൈനാൻഷ്യൽ റിക്വയർമെന്റ് ആണെങ്കിൽ ആ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ തന്നെ ഐഡിയാസ് നമ്മളെ ടീമിനെ വെച്ച് മോൾഡ് ചെയ്ത് അതിനൊരു സെപ്പറേറ്റ് ടീമിനെയൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതല്ലാതെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വെഞ്ചേഴ്സ് ലൈക്ക് ട്രാവൽസ് ആണെന്നുണ്ടെങ്കിലും അതുപോലത്തെ ഹെൽത്ത് കെയർ സെക്ടറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫേംസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ്, മാനേജ്മെന്റ്, ഡെവലപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് ആ രീതിയിൽ നമ്മുടെ ഐഡിയാസും നമ്മുടെ ഇൻസൈറ്റ്സും എക്സ്പീരിയൻസ് ഒക്കെ അതിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട്. ഈ രീതിയിൽ ഇപ്പോൾ നമ്മൾ ജനുവരി ആകുമ്പോൾ നമുക്ക് 15 വെഞ്ചേഴ്സ് ആവും, ഏകദേശം 10ഓളം സെക്ടറിൽ നമ്മൾ ബിസിനസ് ആവും. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റീസെന്റ് ആയിട്ട് സെക്ടേഴ്സിൽ പറയുമ്പോൾ എല്ലാം തന്നെ മലപ്പുറം ബേസ്ഡ് തന്നെയാണോ? അല്ല, പിന്നെ ഇപ്പൊ നമുക്ക് നിലവിൽ ഇപ്പൊ കൊച്ചിയിലുണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂരുണ്ട്, കാലിക്കറ്റ് ഉണ്ട്, മലപ്പുറം ഉണ്ട്. ഈ ഒരു രീതിയിലാണ് ഇപ്പൊ ഓഫീസേഴ്സ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ദുബായിലും സൗദിയിലും അസോസിയേറ്റ് ഫേംസ് ഉണ്ട്, കൺസൾട്ടൻസി ആയിട്ടും അതുപോലെ മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ടും ഒക്കെ ആയിട്ട്. ഓക്കെ. ഇപ്പോ ഷിബിലി ഉപ്പ, ഉമ്മ, 3 താത്താമാര്, അനിയൻ. ഇപ്പോ അത് പുതിയതായിട്ട് ഒരാളും കൂടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞു. ഭാര്യയുടെ പേര് സെഹ്റ റുമൈസ എന്നാണ്. എന്ത് ചെയ്യണു? പഠിക്കുകയാണ്, BSc മാത്സ് സ്റ്റുഡന്റ് ആണ്. അതുപോലെ തന്നെ ഡാറ്റ അനലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഇത്രയും ഒരു 22 തികഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് ആണ്. അത് തന്നെ ഇത്ര ഏർലി കല്യാണം വേണം എന്ന് തോന്നിയത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെയല്ല, ഞങ്ങൾ ആക്ച്വലി അഫെയർ ആയിരുന്നു, കുറച്ച് വർഷമായിട്ടുള്ള അഫെയർ ആണ്. ഞങ്ങളൊരു 7ാം ക്ലാസ് തൊട്ടുള്ള പ്രണയമാണ്. ഒരു 11 years ലവ് ആണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ തുടങ്ങി ഒരു ആ ജേർണി സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ അവളും കൂടെയുണ്ട്. അപ്പോ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്, സെറ്റ് ആണ്. അപ്പോൾ വീട്ടുകാർക്കും തന്നെ നമ്മളെ ഒന്ന് സെറ്റിൽ ആക്കിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്തായാലും ഏജ് എന്നുള്ളതല്ലല്ലോ, ലൈക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായതാണ്. പിന്നെ നമുക്ക് ഏതായാലും അവളെ സ്റ്റഡീസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂടുതലും ഈ കാര്യങ്ങൾ അവൾക്കും അവളുടേതായ മേഖലകളിൽ പഠിച്ച് ആ രീതിയിൽ പോകാനുള്ള താല്പര്യമുണ്ട്. നമ്മൾ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അങ്ങനെ പോണു അല്ലേ? ഇനിയും എന്തൊക്കെ, അതായത് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന മേഖലകളിൽ കൂടെ തന്നെ ട്രാവൽ ചെയ്യാനാണോ, അതോ ഇതിൽ നിന്നും വിട്ടിട്ടും വേറെ എന്തെങ്കിലും ഒരു ഡ്രീം ചെയ്യുന്നുണ്ടോ? വേറെ എന്തെങ്കിലും കൂടെ സ്വന്തമാക്കണം, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചും കൂടെ മനസ്സിലാക്കി എനിക്ക് ആ ഒരു സംഭവം കൂടെ എനിക്ക് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം പ്രോജക്റ്റ്? അങ്ങനെ ഞാൻ ഡ്രീം പ്രൊജക്റ്റ് ആയിട്ട് വെച്ചിട്ടതല്ല. ഇപ്പൊ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളുണ്ട്. ഇപ്പൊ ഞാൻ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരു ലേണറാണ്, ഒരു സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ഞാൻ ആക്ച്വലി ബേസിക്കലി പറഞ്ഞാൽ ഞാൻ ആ ബിസിനസ് പഠിച്ചുകൊണ്ടിരിക്കുക. അതായത് ഫാഷൻ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, യൂണിക് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്സ് മേഖലയിലും കൊമേഴ്സ് സെക്ടറിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, എല്ലായിടത്തും നമുക്ക് എന്തെങ്കിലും യൂണീക്ക് ആയിട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ, അതാണ് നമ്മൾ നോക്കാറുള്ളത്. അതിനുവേണ്ടി ഇപ്പോൾ റിസർച്ചും പഠിത്തം ഞാൻ എൻ്റെ ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ആയിട്ട് ലൈഫിൽ ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു അഡ്വൈസർ അപ്പോൾ ഉണ്ടാവും. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം നമുക്ക് ഞാൻ ഇപ്പൊ ഈ കൊമേഴ്സ് മേഖലയിൽ പഠിക്കുമ്പോൾ ഈ കൊമേഴ്സിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യും. അപ്പോൾ ഞാൻ ഈ അടുത്ത് ഈ കൊമേഴ്സിന്റെ 1-2 കമ്മ്യൂണിറ്റി മീറ്റപ്സുകളിലും കാര്യങ്ങളിലൊക്കെ ഡെലിഗേറ്റ് ആയിട്ടൊക്കെ പോയി. അവിടെ പോകുമ്പോൾ നമ്മൾ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യും. അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ കുറേ ഇൻസൈറ്റ്സ് കിട്ടും. അപ്പോൾ അതിൽ എക്സ്പെർട്ട് ചെയ്തിട്ടായിട്ടുള്ള ആൾക്കാർ നമ്മൾ മെന്ററായിട്ട് കാണും. അവരുടെ കുറേ ഇൻസൈറ്റ്സ് കിട്ടും. അത് ഒരിക്കലും നമ്മൾ അവരുടെ എന്താണ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർ ഒന്നും നോക്കുന്നില്ല. അവർക്ക് ഉറപ്പും ചിലപ്പം കൂടുതൽ ബിസിനസ്സുകൾ ഉണ്ടാവില്ല, അവർക്ക് ഒരു ബിസിനസ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ബിസിനസ് പോലും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു മേഖലയിൽ ഒരു എംപ്ലോയി ആണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത്, അവരുടെ ആ ഇൻഡസ്ട്രിയിലുള്ള നോളജ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സ്, അത് ഓരോന്നും വാല്യുബിൾ ആണ്. നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ആളുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് വലിയ ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും. അത് നമുക്ക് ചെറിയ കാര്യങ്ങൾ നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. അപ്പൊ അത്തരത്തിൽ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും, പിന്നെ അതുപോലെ നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റിൽ റിക്വയർമെന്റിൽ ഫൈനാൻഷ്യൽ സൈഡിലാണെന്നുണ്ടെങ്കിലും, ടീം മാനേജ്മെന്റിലാണെങ്കിലും, ടൂൾ ബേസ്ഡ് സിസ്റ്റമാറ്റിക് ആക്കുന്നതിലൊക്കെ ആണെങ്കിലും ഒരുപാട് പേരുടെ ഹെൽപ്പ് ഞാൻ എടുക്കാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൺസൾട്ടൻസീസ് ആണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അതിലൊരു കാര്യം ടോപ്പിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഭയങ്കര സപ്പോർട്ടീവാണ് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി കേട്ടോ. ഓക്കെ. അതായത് നമ്മളെ ചുറ്റിലുള്ള ബിസിനസ്സുകാരിൽ ഇപ്പോഴത്തെ ഞാൻ കണക്ട് ചെയ്യുന്ന ആളുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ഓൺടർപ്രണേഴ്സ് വളർന്നു വരണം ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഈച്ച് അതർ എല്ലാവരും കൊളാബറേറ്റ് ചെയ്ത് ലേണിംഗ്സ് ആണെന്നുണ്ടെങ്കിലും ഇൻസൈറ്റ്സ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് സെമിനാർസ് വർക്ക്ഷോപ്സ് അത് നല്ല രീതിയിൽ ട്രെൻഡ് ആയിക്കൊണ്ട് വന്നു പഠിക്കണം. അത് വലിയൊരു മാറ്റം തന്നെയാണ്. കുറച്ച് മുന്നേ അതില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് അടുത്തടുത്തായിട്ട് ഇവന്റ്സുകൾ വരുന്നുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആളുകൾക്ക് പഠിക്കാനും ഇതിനോട് താല്പര്യം ബിസിനസ്സിൽ ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ വരുന്നുണ്ട്. അതും വലിയൊരു പോസിറ്റീവ് കാര്യമാണ്. ശരിക്കും ഇപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതും ഞങ്ങൾക്ക് പെട്ടെന്നും വരുന്നതും ഷിബിലിയുടെ പേരിനോട് വളരെ സാമ്യത ഉള്ള ഒന്നാണ്. ഞങ്ങളുടെ അതായത് മൈൽ സ്റ്റോണിന്റെ ഓണർ എന്ന് പറയുന്നത് ഷാൽബിൻ എന്നാണ് പേര്. ഷാൽബിനും മലപ്പുറം അല്ലെങ്കിലും കണ്ണൂരാണ് നാട്. ഷാൽബിന്റെ പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ വളരെ ഞങ്ങൾ പ്രൗഡായിട്ട് പറയുന്ന ഒന്നാണ്. അറ്റ് ദി ഏർലി സ്റ്റേജ് ഒരു 23 കഴിഞ്ഞ് 24 എത്തിയപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഇങ്ങനെ ഒരു ചാനൽ. അപ്പൊ ഏകദേശം പെട്ടെന്നൊരു ദിവസം അല്ലല്ലോ ചാനൽ സ്റ്റാർട്ട് ചെയ്യണത്. അതിനും കുറച്ച് നാൾ മുമ്പേ മുതൽ ഇതേപോലെ വളരെ ഏർലി ഏജിൽ ഇൻഡിപെൻഡന്റ് ആവുകയും സക്സസ്ഫുൾ ആവുകയും ഇന്ന് ടച്ച് വിട് ഞങ്ങളൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഷാൽബിന്റെ ഒരു സക്സസ് സ്റ്റോറി ഞങ്ങൾ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിനോട് കൂടെ ഒരു ഇപ്പൊ ഷിബിലി അപ്പൊ വേറൊരു ട്രാക്കിലൂടെ ഇങ്ങനെ എന്തായാലും പേരിന്റെ ആ ഒരു സാമ്യതയും ഭയങ്കര അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. എന്തായാലും ഷിബിലിയുടെ ഈ ഒരു യാത്ര ഇനിയും എത്രയോ ലോങ് വേ ടു ഗോ അല്ലേ. ഇനി ഒരുപാട് വർഷങ്ങളുണ്ട്. അപ്പം മാജിക്കലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ കേരളത്തിന്റെ പേര് ഷിബിലിയിലൂടെ എത്രയോ പേര് നമ്മുടെ പ്രൗഡ് നമുക്ക് എന്താ മലയാളികളുടെ പേര് എത്തിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കൂടെ തന്നെ എഴുതപ്പെട്ട പോലെ നല്ലൊരു പേരിലേക്ക് ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു.